യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 53-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ശുശ്രൂഷയെ തകർത്ത് കളയുവാൻ പല നിലകളിൽ ശത്രു പ്രവർത്തിക്കാറുണ്ട്. ഏക മനസ്സോടെ, ഏക ലക്ഷ്യത്തോടെ ഒരുമിച്ച് ആളുകൾ കൂടുന്നത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെ ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അതിന് പല മാർഗങ്ങൾ അവർ കൈക്കൊണ്ടു. യേശുക്രിസ്തുവിന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. ഒരു നല്ല യഹൂദ റബിയുടെ കീഴിലിരുന്ന് യേശു പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവന് ഈ ശാസ്ത്രമൊക്കെ മനസ്സിലാകുന്നത് എന്ന് പരിഹാസത്തോടെ ആളുകൾ ചോദിച്ചത് മാനസികമായിട്ട് യേശുവിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അങ്ങനെ പല നിലകളിൽ യേശുവിനെ ഉപദ്രവിക്കുവാൻ, ഇല്ലാതാക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. പക്ഷേ വചനം നമുക്ക് തരുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത് അവർക്കൊന്നും സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 53-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു: അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിൽ പോയി. ഓരോരുത്തരുടെ അകത്ത് ആരൊക്കെയുണ്ടെന്ന് ഈ 7-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവരെല്ലാം യേശുവിൻ്റെ ശുശ്രൂഷകളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സാത്താൻ്റെ ഏജൻറ്റുമാരാണ്. പക്ഷേ അവർ ഭക്തിയുടെ വേഷം ധരിച്ചിരിക്കുന്നവരാണ്. പക്ഷേ അവർക്കൊന്നും സാധിക്കുന്നില്ല. അവരെല്ലാം അവനവൻ്റെ വീട്ടിലേക്ക് പോയി എന്നാണ് വചനം. ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കും. ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത ശുശ്രൂഷ തികച്ചെടുക്കുവാൻ തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ദൈവം നൽകും. ആ വ്യക്തിയുടെ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് ആ മനുഷ്യനെ നശിപ്പിക്കുവാൻ ഏതൊക്കെ ശക്തികൾ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും അതെല്ലാം അബദ്ധമാകും എന്നുള്ള സന്ദേശമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അവരെല്ലാം അവനവൻ്റെ വീട്ടിലേക്ക് പോയി. നിരാശയോടെയാണ് ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് പോയത്. അവരുടെ പദ്ധതികളൊന്നും നടക്കുന്നില്ല എന്നുള്ള നിരാശാബോധം അവർക്ക് ഉണ്ടാവുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു. അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. വക്രബുദ്ധികളുടെ ആലോചനകൾ മറിഞ്ഞു പോകുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു. സൂത്രങ്ങളുമായിട്ട് ഉപായത്തോടെ വരുന്ന മനുഷ്യർ, എന്നാൽ അത് അബദ്ധമാക്കുന്ന ഒരു ദൈവം. അഹിത്തോഫേലിൻ്റെ ആലോചന അബദ്ധമാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതേയുള്ളൂ. ദൈവം ആ ആലോചനകളെ അബദ്ധമാക്കി. അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്ന ദൈവം വക്രബുദ്ധികളുടെ ആലോചനകളെ മറിച്ച് കളയുന്ന ദൈവം എന്നൊക്കെ ദൈവത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം തന്നെയാണ്. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു എന്ന് തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. ഈ വചനങ്ങളൊക്കെ നാം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ധൈര്യം തരുന്ന ഒരു കാര്യം, ദൈവം നമ്മെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്കൊരു ശുശ്രൂഷ നൽകിയിട്ടുണ്ടെങ്കിൽ, മരണത്തിനോ രോഗത്തിനോ ശത്രുക്കൾക്കോ പൈശാചികമായ ഉപദ്രവങ്ങൾക്കോ ശക്തികൾക്കോ ഒന്നും നമ്മെ തൊടുവാൻ സാധ്യമല്ല എന്നുള്ള ഒരു സന്ദേശമാണ്. അത് 7-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ മനസ്സിലാവും. 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു. ഭയം കൊണ്ടല്ല. അവിടെ പറഞ്ഞിരിക്കുന്നു, യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട്. ദൈവത്തിൻ്റെ വചനം എത്രയോ കൃത്യമായിട്ട് നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന
ഒരു സന്ദേശമാണിത്. 25-ാമത്തെ വാക്യത്തിൽ യെരൂശലേമ്യരിൽ ചിലർ അവനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നവർ ഇവൻ അല്ലയോ, അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കൊല്ലുവാനായിട്ട് ആളുകൾ യേശുവിനെ അന്വേഷിക്കുമ്പോൾ അപ്പുറത്ത് ധൈര്യത്തോടെ സംസാരിക്കുന്ന യേശു, ഇത് ഇത്ര ധൈര്യത്തോടെ തനിക്ക് ചുറ്റും തേനീച്ചക്കൂട്ടം പോലെ ആളുകൾ തന്നെ വളഞ്ഞിരിക്കുന്നതും തന്നെ കൊല്ലുവാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നതുമൊക്കെ സർവജ്ഞാനിയായ കർത്താവിന് അറിയാമായിരുന്നു. എങ്കിലും അവൻ ധൈര്യത്തോടെ സംസാരിച്ചു. ഈ ധൈര്യം എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ, കർത്താവ് പറയുന്ന ഒരു കാര്യം കർത്താവിന് അറിയാമായിരുന്നു. സമയം ആകാതെ ആർക്കും തന്നെ തൊടുവാനായിട്ട് കഴിയുകയില്ല. 44-ാമത്തെ വാക്യത്തിൽ അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചു, എങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. അവൻ്റെ സമയം വന്നിട്ടില്ലാത്തതുകൊണ്ട് ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. ഇത് നമുക്ക് ധൈര്യം തരുന്ന വചനമാണ്. നമുക്ക് ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി സംസാരിപ്പാൻ കഴിയട്ടെ. കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ വചനപ്രകാരം എല്ലാ ഭയങ്ങളും എല്ലാവരിൽ നിന്നും മാറിപ്പോകട്ടെ. എനിക്കാരെങ്കിലും ദോഷം ചെയ്യുമോ, എനിക്ക് മരണം സംഭവിക്കുമോ, ശത്രുക്കൾ എന്നെ തകർത്ത് കളയുമോ എന്നുള്ള ചിന്ത ആരുടെയും ഉള്ളിൽ ഭയമായിട്ട് മാറാതിരിക്കട്ടെ. എല്ലാവർക്കും ധൈര്യം യേശുക്രിസ്തുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. സഹായിക്കും ലോകം തുഴയ്ക്കുമോ, ജീവൻ പോയിടുന്നു ആശ്രയം